ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ APL BPL റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നു വരികയാണ്. എന്നാൽ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതോടെ റേഷൻ കടയിൽ നിന്ന് ഇനി ഇഷ്ടമുള്ള ഇനം അരി കിട്ടില്ല. പോഷിതമാക്കിയതും അല്ലാത്തതുമായ പുഴുക്കലരി, പച്ചരി എന്നിവ കൂടിയായിരിക്കും ഓരോ റേഷൻ കാർഡിനും നൽകുക. ജൂലൈ മാസം വരെ ഇവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇനം തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു. അതാണ് ഓഗസ്റ്റ് മാസം മുതൽ നിർത്തിയത്. താലൂക്ക് അടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യത അനുസരിച്ചാണ് ഓരോ ഇനത്തിൻ്റെയും അളവ് നിശ്ചയിച്ചത്. ചില താലൂക്കുകളിൽ വെള്ളക്കാർഡിനുള്ള 5 കിലോ വിഹിതത്തിൽ 4 കിലോ അരി ഉൾപ്പെടുത്തി. പൂഞ്ച അരി, പച്ചരി, പുഴുക്കലരി എന്നിവയാണ് അവ. 5 കിലോ അരി വാങ്ങുന്നവർ 4 സഞ്ചി കൊണ്ട് പോകേണ്ട അവസ്ഥ. ചില താലൂക്കുകളിൽ വിഹിതം നിശ്ചയിച്ചപ്പോൾ ചില ഇനം അരി 1/2 കിലോ മാത്രമായി. വെള്ള കാർഡുകാർക്ക് മിക്ക താലൂക്കുകളിലും വിവിധ ഇനം അരി 1 കിലോ വീതമാണ് ഉള്ളത്. കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയത് കാർഡുടമകൾക്കും പെൻഷൻ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. വെവ്വേറെ തൂക്കി നൽകേണ്ടതിനാൽ വ്യാപാരികളുടെ ജോലി കൂടും. തിരക്കുള്ളപ്പോൾ ആണെങ്കിൽ വിതരണം വൈകും. ഏതെങ്കിലും ഒരു ഇനം അരി സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത് എത്തുമ്പോൾ കാർഡുടമ വീണ്ടും പോയി വാങ്ങേണ്ട സാഹചര്യമുണ്ടാകും. ഓണക്കാലത്ത് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തരുത് എന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പ്രിറ്ററി റേഷൻ വീവേഴ്സ് അസോസിയേഷൻ ഭക്ഷ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. എങ്കിലും പരിഗണിച്ചില്ല. കെട്ടിക്കിടക്കുന്ന ചില ഇനം അരി വിറ്റ് തീർക്കാനാണ് എന്നാണ് വിവരം. ആഗസ്റ്റ് മാസത്തിൽ മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയുമാണ് നൽകുന്നത്. നീല കാർഡിന് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ഗോതമ്പിൻ്റെ അളവിൽ 3 കിലോ കുറച്ച് പകുതി 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. നീല കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം ലഭിക്കും. കൂടാതെ കാർഡിൽ നിന്ന് 4 കിലോ അരി അധിക വിഹിതമായി ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരിയാണ് ഈ മാസം ലഭിക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ തീരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ സൗജന്യ ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഉണ്ടാവുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്പെഷ്യൽ പഞ്ചസാര വിതരണവും ഉണ്ടാകും. പിങ്ക് വിഭാഗത്തിന് കൂടി സൗജന്യമായി കിറ്റ് നൽകണമെന്ന് ആവശ്യം സർക്കാരിന് മുമ്പിലുണ്ട്. അനുകൂലമായ തീരുമാനമുണ്ടായാൽ 25 ലക്ഷത്തോളം കാർഡുടമകൾക്ക് ഉപകാരപ്പെടും. കിറ്റ് വിതരണ തീയതി ജനങ്ങളോട് വിതരണമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. കിറ്റ് വിതരണം ഉണ്ടാകുമെന്ന് മാത്രമാണ് അറിയിപ്പെത്തിയിരിക്കുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.